ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തതായിട്ട് അധികം ആരും ഉണ്ടാവില്ല അല്ലേ? ഞാൻ ഒരുപാട് ബിരിയാണി റെസിപ്പികൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ടേസ്റ്റിൽ ചിക്കൻ്റെയും മറ്റേത് ബിരിയാണിൻ്റെയൊക്കെ ഒപ്പം തന്നെ നിൽക്കുന്ന നല്ലൊരു പ്രത്യേക ഫ്ലേവറോടൊക്കെ കൂടിയ അടിപൊളി എഗ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ നിന്നും കുറച്ചൊരു വ്യത്യാസത്തിൽ 2-3 ചേരുവകളൊക്കെ എക്സ്ട്രാ ചേർത്താണ് നമ്മൾ ഇന്ന് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഇതുവരെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ ബിരിയാണികളുടെയും റെസിപ്പികൾക്കായി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതുവരെ നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി പെട്ടെന്ന് നമുക്ക് റെസിപ്പി നോക്കാം അല്ലേ? എല്ലാ ബിരിയാണിയിലെയും പോലെ തന്നെ ആദ്യം നമുക്ക് സബോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഈ ബിരിയാണിയിലെ മസാലയിലേക്ക് സബോള വഴറ്റുന്നില്ല, പകരം കുറച്ചധികം സബോള ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. 4 കപ്പ് അരിക്ക് 4 വലിയ സബോളയാണ് നമുക്ക് ഈ ബിരിയാണിയിലേക്ക് വേണ്ടത്. മസാലയിലേക്കും ദമ്മിടുമ്പോഴും ഗാർണിഷിങ്ങിനൊക്കെ ആയിട്ട് ഈ 4 സബോള ഫ്രൈ ചെയ്ത് തന്നെ മതിയാകും. വലുതാണെങ്കിലാണ് കേട്ടോ 4 എണ്ണം, ചെറിയ സബോള ആണെങ്കിൽ 6-7 എണ്ണമൊക്കെ വേണ്ടി വരും. സബോള ഫ്രൈ ചെയ്യാനായിട്ട് പകുതി നെയ്യും പകുതി ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് രണ്ടിനും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർക്കാം. ഇനി അഥവാ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിൽ തന്നെ 2 ചേരുവകൾ കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. വേറെ ഒന്നുമല്ല, ഉരുളൻകിഴങ്ങും ക്യാപ്സിക്കും ആണ്. എഗ് ബിരിയാണി ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ 2 ചേരുവകളും ചേർക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാലോ, കോഴിമുട്ടയിൽ അങ്ങനെ ഫ്ലേവർ ഒന്നും കൂടുതലായിട്ട് റൈസിൽ കിട്ടില്ല. അപ്പോൾ ഫ്രൈ ചെയ്ത് ക്യാപ്സിക്കോ ഉരുളൻകിഴങ്ങൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ റൈസിന് കിട്ടും. മാത്രമല്ല ഇത് 2 ചോറിൽ മിക്സാക്കി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള മസാല ഉണ്ടാക്കാം. അതിന് മുന്നേ ആയിട്ട് കുറച്ച് ചേരുവകൾ നമുക്കൊന്ന് അരച്ചെടുക്കാം. 10-20 വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക്. ഇത് കൂടാതെ 1 കപ്പ് മല്ലിയിലയും 1/2 കപ്പ് പുതിനയിലും കൂടെ ചേർത്ത് നമുക്കിതിൻ്റെ കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് നേരത്തെ സബോളയൊക്കെ ഫ്രൈ ചെയ്ത നെയ്യിൻ്റെയും ഓയിലിൻ്റെയും മിക്സ് കുറച്ചിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ചൂടായി വന്നാൽ അരച്ചു വെച്ചത് ചേർക്കാം. റോസ്മെല്ലി നന്നായി മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റാം. സബോളയും ക്യാപ്സിക്കും ഒക്കെ ഫ്രൈ ചെയ്ത ഓയിലായതുകൊണ്ട് ഇതിൽ മസാല ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. മാത്രമല്ല ഇതുപോലെ അരച്ച്, അതായത് നമ്മൾ സാധാരണ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മാത്രമല്ല അരച്ച് ചേർക്കാറുള്ളൂ. പക്ഷെ അതിൻ്റെ കൂടെ ഈ മല്ലിയിലയും പുതിനയിലും കൂടെ അരച്ച് ചേർത്ത് മസാല ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റിൽ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് തീർച്ചയായും അറിയാൻ പറ്റും. അരയ്ക്കാന്ന് പറയുമ്പോൾ ഞാനങ്ങനെ മയത്തിലൊന്നല്ല കേട്ടോ അരച്ചിട്ടുള്ളത്, തരുത്തരുപ്പായാണ് അരച്ചിട്ടുള്ളത്. കളർ ഗ്രീൻ ആയതുകൊണ്ട് കളർ ചേഞ്ച് നോക്കിയിട്ട് വഴുന്നത് അറിയാൻ അങ്ങനെ പറ്റില്ല. അതുകൊണ്ട് ഏകദേശം 3-4 മിനിറ്റ് വഴറ്റിയതിന് ശേഷം പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ പെരുംജീരകം പൊടിച്ചത്. ഇത്രയും പൊടികളാണ് നമുക്ക് വേണ്ടുള്ളൂ. പച്ചമുളക് ആവശ്യത്തിന് ചേർത്തിട്ടുള്ളത് കൊണ്ട് മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല. പിന്നെ നല്ല എരിവുള്ള കുരുമുളക് പൊടി ആയതുകൊണ്ട് ഞാൻ 1/4 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 മുതൽ 3/4 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കാം. പിന്നെ മല്ലിപ്പൊടി മുളക് പൊടിയൊന്നും ബിരിയാണിയിൽ അല്ലെങ്കിൽ ഞാൻ ചേർക്കാറില്ല. പൊടികളുടെ കുത്തുമണം മാറി വന്നാൽ നമുക്കിതിലേക്ക് 4 ചെറിയ തക്കാളി, വലുതാണെങ്കിൽ 2 എണ്ണം മതിയാകും. ഇത് അരച്ച് തന്നെ ചേർക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെയും പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 4 കോഴിമുട്ട കഷ്ണങ്ങളാക്കിയതാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഫ്രൈ ചെയ്ത് വെച്ച സബോള, ഉരുളൻകിഴങ്ങ്, ക്യാപ്സിക്കം ഇതിൽ നിന്ന് പകുതി മാത്രം ചേർക്കാം. ബാക്കി പകുതി ദമ്മിടുമ്പോൾ ചേർക്കാം. നമ്മളിതിൽ കോഴിമുട്ട മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട്. പക്ഷെ എന്നാലും മസാലയിൽ മുട്ട അതുപോലെ കഷ്ണങ്ങളാക്കി എന്തായാലും ഒന്ന് ചേർക്കട്ടോ. ഇതൊക്കെയാണ് ഈ ബിരിയാണിക്ക് കിടലനൊരു ടേസ്റ്റ് തരുന്നത്. അപ്പോൾ ഒരിക്കലും ഈ സ്റ്റെപ്പ് ഒന്നും ഒഴിവാക്കരുത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ എഗ് ബിരിയാണിക്ക് മറ്റ് ബിരിയാണികളുടെ ഒക്കെ ഒപ്പം നിൽക്കാവുന്ന അത്രയും ടേസ്റ്റ് കിട്ടും.
ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു തുള്ളി പൈനാപ്പിൾ എസൻസ് ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം റൈസ് റെഡി ആവുന്നത് വരെ സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഞാൻ അരി വേവിക്കാനായി കുറച്ച് വെള്ളം ഇവിടെ തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ റൈസ് വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്, വറ്റിക്കല്ല. അതുകൊണ്ട് കുറച്ചധികം തന്നെ വെള്ളം വയ്ക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഹോൾ സ്പൈസസും 5-6 പച്ചമുളക് നടുകീറിയതും ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ കളർ പെട്ടെന്ന് ചേഞ്ച് ആയത്. 5-6 ഏലക്കായും അത്ര തന്നെ ഗ്രാമ്പുവും പിന്നെ 2 ചെറിയ കഷ്ണം കറുവപ്പട്ടയും ചേർത്തിട്ടുണ്ട്. വെള്ളം ചെറുതായി തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് റൈസ് ചേർക്കാം. ജീരകശാല അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 4 കപ്പ് അരി എടുത്തിട്ടുണ്ട്. നമ്മളുണ്ടാക്കിയ മസാലയിലേക്ക് 4 കപ്പ് അരി കറക്റ്റാണ്. അരി ഇപ്പോൾ 90% വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റാം. അടുത്തതായി ദമ്മിടാനായി ചൂട് കട്ടിയുള്ള വലിയൊരു പാത്രം ചൂടാക്കാം. ഇതിലേക്ക് ഉണ്ടാക്കി വെച്ച മസാല ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് മുട്ട പുഴുങ്ങിയത് ചേർക്കാം. കുക്കറിൽ പുഴുങ്ങിയതുകൊണ്ടാണ് കേട്ടോ കോഴിമുട്ടയുടെ കളറിൽ ചെറുതായൊരു വ്യത്യാസം വന്നിട്ടുള്ളത്. ഇങ്ങനെ മുഴുവനായി ചേർക്കുന്ന കോഴിമുട്ട 4 5 അതിൽ കൂടുതലൊക്കെ ചേർക്കാം. അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. പക്ഷെ നേരത്തെ നമ്മൾ കഷ്ണങ്ങളാക്കി ചേർത്ത കോഴിമുട്ട അത് 4 തന്നെ ചേർക്കാം കേട്ടോ. ഇനിയാണ് ഈ ബിരിയാണിക്ക് കൂടുതൽ ടേസ്റ്റ് തരുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ചേർക്കേണ്ടത്. അത് തേങ്ങാപ്പാലാണ്. ഇത് ഓപ്ഷണലാണ് എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇത് കൂടെ ചേർക്കുമ്പോൾ മാത്രമേ ഞാൻ പറയുന്ന അത്രയും ഒരു ടേസ്റ്റ് ഈ ബിരിയാണിക്ക് കിട്ടൂ. അപ്പോൾ നിർബന്ധമായും തേങ്ങാപ്പാൽ കൂടെ ചേർക്കുക. തേങ്ങാപ്പാൽ ചേർത്താൽ പിന്നെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് നേരെ മുകളിലായിട്ട് തന്നെ വേവിച്ച് വെച്ച റൈസ് പകുതിയോളം ഇട്ട് കൊടുക്കാം. ഒന്ന് ലെവലാക്കിയതിന് ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരിയും സബോള വറുത്തതും പിന്നെ ബാക്കി വെച്ച ഫ്രൈ ചെയ്ത ഉരുളൻകിഴങ്ങും ക്യാപ്സിക്കം കൂടെ ചേർക്കാം. ഇതിന് മുകളിൽ വീണ്ടും സെയിം മെത്തേഡ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. അതിന് മുന്നേ നമ്മൾ നേരത്തെ ചേർത്ത തേങ്ങാപ്പാലിൻ്റെ ബാക്കിയിലേക്ക് ഒരു തുള്ളി കൂടെ പൈനാപ്പിൾ എസൻസ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചേർക്കാം. ഞാൻ മൊത്തം 1 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ പകുതിയോളം നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു, ബാക്കി പകുതിയാണിത്. ഇനി ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് നമുക്ക് ദം ചെയ്യാം. അത് ചിലപ്പോൾ ഓരോരുത്തരുടെയും ഫ്ലെയിമിനനുസരിച്ച് ടൈം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയെന്ന് വരാം. 20 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫാക്കി 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ റൈസൊക്കെ മിക്സ് ആക്കുന്നതിന് മുന്നായിട്ട് അടിയിലുള്ള കോഴിമുട്ട എടുത്ത് മാറ്റാൻ മറക്കണ്ട കേട്ടോ. ബിരിയാണി വിളമ്പുന്നതൊക്കെ ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാനും വിട്ടുപോകണ്ട. തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നത് കൊണ്ട് മടിയായിട്ട് ട്രൈ ചെയ്യാതിരിക്കരുതേ. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ എഗ് ബിരിയാണി എന്നും ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കൂ. അപ്പോൾ ട്രൈ ചെയ്താൽ എന്നും പറയുന്ന പോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഒപ്പം തന്നെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമൻ്റായി തന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.